ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മളൊരു ഈസി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആലു ബാജ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആലു ഫ്രൈ, ബീഹാരി സ്റ്റൈൽ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് നല്ല നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇത് സ്കിന്ന് പോക്കിയിട്ട് നല്ലോണം വാഷ് ചെയ്യണം. വെള്ളത്തിൽ 2-3 വട്ടം വാഷ് ചെയ്ത് അതിൻ്റെ സ്റ്റാർച്ച് പോക്കണം. വെള്ളം ക്ലിയർ ആവുന്നവരെ അത് വാഷ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്യുമ്പം അത് സ്റ്റിക്കി ആവില്ല, ഇങ്ങനെ പറ്റി പിടിക്കില്ല, സ്ലൈമി ആവില്ല. അതിന് വേണ്ടിയിട്ടാണ് വാഷ് ചെയ്യുന്നത്, സ്റ്റാർച്ച് പോക്കുന്നത്. എന്നിട്ടൊരു പാൻ ചൂടാക്കുക. പാൻ ചൂടായി വരുമ്പോൾ ഞാനിവിടെ മസ്റ്റർഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ മസ്റ്റർഡ് ഓയിൽ നല്ലോണം ഹീറ്റ് ചെയ്യും, അത് സ്മോക്കി ആവുന്നവരെ, എന്നാലേ അതിൻ്റെ ഫ്ലേവർ വരുള്ളൂ. അപ്പോൾ അത് സ്മോക്കിയായി നല്ലോണം ചൂടായി, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടുക് അതിലേക്ക് ചേർക്കും, 1 ടീസ്പൂൺ. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 5-6 വറ്റൽമുളക് ഇടുക. എന്നിട്ട് നന്നായിട്ട് അത് ഒന്ന് സോട്ട് ചെയ്യുക. എന്നിട്ട് അത് ഒന്ന് പുകഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ച് ഉരുളക്കിഴങ്ങിൻ്റെ സ്ലൈസസ് ആഡ് ചെയ്യുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് സോട്ട് ചെയ്യുക. എന്നിട്ട് കവർ ചെയ്ത് 10 മിനിറ്റ് കുക്ക് ചെയ്യണം മീഡിയം ഫ്ലെയിമിൽ, അതിൻ്റെ കളറ് ചേഞ്ച് ആവുന്നവരെ. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടുമ്പം അതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു കവർ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്, ക്രിസ്പായി വരുന്നുണ്ട്, കുക്കാവുന്നുണ്ട്. സ്റ്റിക്കി ആവുന്നില്ല വാഷ് ചെയ്തതുകൊണ്ട്. എന്നിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് അത് കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട്, ക്രിസ്പാവുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർക്കും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഉപ്പ് ഇപ്പോൾ ഇടില്ല, ഉപ്പ് ലാസ്റ്റിലേ ഇടുള്ളൂ. ഉപ്പ് ഇപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് സോഫ്റ്റ് ആവും കവർ ചെയ്ത് കുക്ക് ചെയ്യുമ്പം. നമുക്ക് ക്രിസ്പി ആയിട്ടല്ലേ വേണ്ടത്, അപ്പോൾ ഉപ്പ് ലാസ്റ്റ് ആഡ് ചെയ്യുള്ളൂ. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ അത് എല്ലാ സ്ലൈസസും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പായിട്ടുണ്ട്, നല്ല ഡ്രൈ ആണ്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യും. നിങ്ങളുടെ സ്വാദനുസരണം ഉപ്പ് ആഡ് ചെയ്യുക. സ്വാദിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ സോട്ട് ചെയ്യുക. 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇനി ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ആലു ബാജ അല്ലെ ആലു ഫ്രൈ റെഡിയായി. ഇത് നല്ല ചോറിൻ്റെ കൂടെയോ ചപ്പാത്തീൻ്റെ കൂടെയോ പൊറാട്ടേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.